31-ാം തീയതി ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിന് ഉദ്ഘാടനം നടക്കുമ്പോൾ ലാസ്റ്റ് ചാൻസ് ആ 30,000 രൂപ വാങ്ങാൻ വേണ്ടി 3 സെയിൽ നടത്തിക്കൊണ്ടും നിങ്ങൾക്ക് അന്നത്തെ ദിവസം സാലറി വയനാട് വെച്ച് വാങ്ങാനുള്ള അവസരം കൂടെ ഒരുക്കി തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി എങ്ങനെയാണ് ഈ 55 ലക്ഷം രൂപയിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാൻ. ഒറ്റ കാര്യമുള്ളൂ, ഇത് സാധാരണ ഒരു കമ്പനിയെ കൊണ്ടോ മറ്റുള്ള മേഖലകളിൽ പ്രവർത്തിച്ചാൽ കിട്ടില്ല. അവിടെ നമ്മൾ പറഞ്ഞു ഇന്നോവേഷൻ, പുതിയത്, ആരുടെ കയ്യിലും ഇല്ലാത്തത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് വിൽക്കാം, നമ്മുടെ കൂടെ ആളുകൾ അന്വേഷിച്ച് വരും. ഇതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ ചന്ദന കൃഷി തുടങ്ങി, ആരൊക്കെ കോപ്പി അടിച്ചു. ഇവിടെ നമ്മൾ റിസോർട്ട് തുടങ്ങി, ഇനി ആരെങ്കിലും കോപ്പി അടിച്ചേക്കാം. പക്ഷേ ഇവിടെ അടുത്ത ഒരു ഇന്നോവേഷൻ, പുതിയൊരു പ്രൊജക്ട്, ഒരാൾക്കും കോപ്പി അടിക്കാൻ പറ്റാത്ത 27ഓളം പേറ്റന്റുകൾ എടുത്തിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും ആ ഒരു പുതിയ ഇന്നോവേറ്റീവ് പ്രൊജക്ട്സ്. ഒരു കാര്യം കൊണ്ട് വീണ്ടും ഉറപ്പിക്കുകയാണ്, നിങ്ങൾക്ക് 55 ലക്ഷം രൂപയല്ല ഈ കൊല്ലം, അത്രയ്ക്കും മഹനീയമായിട്ടുള്ള, അത്രയ്ക്കും വളരെയധികം സമൂഹം അത്രയും ആഗ്രഹിക്കുന്ന, കാത്തിരിക്കുന്ന ആ വലിയൊരു പ്രൊജക്ട്. അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ ഇവിടെ അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു ചെയർമാൻ. പ്ലീസ് വെൽക്കം ടു സ്റ്റേജ്. ഇത് വിശദമായിട്ടുള്ള ഒരു അനൗൺസ്മെന്റിനുള്ള സമയമായിട്ടില്ല. നമുക്കൊരു ഏകദേശം ഒരു 6 മാസത്തിനുള്ളിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു പ്രോജക്റ്റാണ്. എന്നിരുന്നാലും എന്തോ ബിഗിങ് ഹ്യൂജ്, വലുതെന്തോ നമ്മൾ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു കൂട് മാത്രമേ ഇപ്പം നിങ്ങൾക്ക് തരുന്നുള്ളൂ. വരാൻ പോകുന്നുണ്ട് വലുതൊന്നും. അപ്പം അതിനുള്ള ഒരു ഏകദേശം ഒരു 6 മാസത്തിനുള്ളിലാണ് നമ്മളിത് പ്രതീക്ഷിക്കുന്നത്. ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, മാലിന്യം എന്ന് പറയുന്നത് ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും വളരെ വലിയൊരു ട്രബിൾ തന്നെയാണല്ലേ. അതിപ്പോൾ പഞ്ചായത്ത് ഏരിയയിലാണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും എവിടെയാണ്, ഹോസ്പിറ്റലുകളിലാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും മാലിന്യം എന്ന് പറയുന്നത് വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരു പെർമനന്റ് സൊല്യൂഷൻ നിലവിലില്ലാത്ത, ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മാലിന്യ സംസ്കരണം. അപ്പൊ അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ മാലിന്യങ്ങളിൽ തന്നെ ഇപ്പോ ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ സംസ്കരിക്കാൻ ഇന്ന് ഒട്ടനവധി ഉപാധികളുണ്ടെങ്കിലും അതിലെല്ലാം ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റ് ആണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ, ഹോസ്പിറ്റൽ വേസ്റ്റുകൾ. സർജറി നടത്തുമ്പോഴും മറ്റു ഹോസ്പിറ്റലുകൾ മറ്റു ട്രീറ്റ്മെന്റുകൾ നടത്തുമ്പോഴൊക്കെ ബ്ലഡ് ഉൾപ്പെടെയുള്ള മനുഷ്യന്റെ ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെയുള്ള പല വേസ്റ്റുകളും ഇത്തരത്തിൽ വരാറുണ്ട്. ഇതൊന്നും ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നതിനുള്ള രീതി ഇന്ന് നിലവിലില്ല. ഇന്ന് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് 1500 ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഹൈ ടെമ്പറേച്ചറിൽ ഇൻസിനറേറ്ററിൽ കത്തിച്ചുകൊണ്ടാണ് ഇന്നത് പരിഹരിക്കുന്നത്. നമുക്കറിയാം, ഇത്രയും ടെമ്പറേച്ചറിൽ ഇത്രയും മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ആ ഒരു അന്തരീക്ഷ മലിനീകരണവും മറ്റ് ആഗോള താപനവും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇനി അങ്ങനെയാണെങ്കിൽ കൂടെ ഇത് കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇത് IMA പോലുള്ള സംഘടനകൾ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഈ മാലിന്യങ്ങളെ സംസ്കരിച്ച് അതിന് സംസ്കരിക്കാനുള്ള ഒരു സിസ്റ്റം നിലവിലുണ്ടെങ്കിലും ഇതൊന്നും ഒരു 10% പോലും പ്രവർത്തനക്ഷമമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ ആയിക്കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള CSIR, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. CSIR-ന്റെ ഒരു പുതിയ ഇന്നോവേഷൻ ആണ്. നമ്മൾ ജസ്പേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഇന്നോവേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഫെമിലിയർ ആണല്ലേ. അതുപോലെ തന്നെ ഈ CSIR എന്ന് പറയുന്നതും ഇന്നോവേഷൻസ് ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റുകൾ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, അത് കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും CSIR-ന്റെ സെന്ററുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ CSIR-ന്റെ ആ ഒരു കേന്ദ്രത്തിൽ നിന്നാണ് ഈ ഒരു പുതിയ ഇന്നോവേഷൻ ആയിട്ടുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ സംസ്കരിച്ചുകൊണ്ട് അതിനെ മണ്ണാക്കി മാറ്റുന്ന ഒരു പുതിയ ടെക്നോളജി. അതിന്റെ 27 പേറ്റന്റുകൾ, അതിന്റെ ആ ഒരു മെഷീന്റെ 27 പേറ്റന്റുകളും അതിന്റെ സംസ്കരിക്കാൻ ഉപയോഗിക്കുന്ന, അതിനെ പ്രോസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കലിന്റെ 7 പാറ്റന്റുകളും ചേർന്നുകൊണ്ടുള്ള ആ ഒരു റൈറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മോണോപ്പൊളിയാണ്, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു റൈറ്റ് ആണ് നമ്മൾ ഇന്ന് സ്വന്തമാക്കിയിട്ടുള്ളത്. അതിന്റെ ഒരു
സൈനിങ് സെറമണി ആയിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ന്യൂസിലെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിനി നമ്മൾ വെക്കാൻ പോകുന്നത്, ഇത്രയും കാലം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കേരളത്തിൽ നിന്നുകൊണ്ടുള്ള കേരളത്തിലെ പ്രൊജക്ടുകളാണ് ചെയ്തിരുന്നതെങ്കിൽ, അത് ടൂറിസം ആണെങ്കിലും അഗ്രികൾച്ചർ ആണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും, ഇത് സംതിങ് എന്ന് പറയുമ്പോൾ ഡിഗിങ് ഇറ്റ്സ് ഹ്യൂജ് എന്ന് പറഞ്ഞാൽ ഞാൻ തൽക്കാലം ഇപ്പോ അതിന്റെ വലിപ്പം ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വയനാട് പ്രോജക്റ്റുകൾ 100 കോടി 150 കോടി 200 കോടി അല്ലെങ്കിൽ വരാൻ പോകുന്ന 2000 കോടി 3000 കോടി ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതൊന്നുമല്ല, അതിനേക്കാളൊക്കെ വലിയ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, വേൾഡ് മൊത്തം, അതായത് ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും പാറ്റന്റ് ഉൾപ്പെടെയാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളും നിങ്ങളും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എല്ലാം അപ്പുറത്തേക്കും വരുന്ന 6 മാസത്തിനുള്ളിൽ ആരാണ് ഇതിൽ നിന്നും ഡിഗിങ് വെച്ചാൽ കുഴിച്ചെടുക്കാൻ പോകുന്നത്? കോടികൾ, മില്യൺസ്, ബില്യൺസ് എല്ലാം കുഴിച്ചെടുക്കാൻ പോകുന്നത് ആരാ? നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ ഇൻഡിവിജ്വലി അല്ല, നിങ്ങൾ ഓരോരുത്തരും. ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഈ 6 മാസ സമയം ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇനി അങ്ങോട്ടുള്ള ഓരോ ആഴ്ചകളും, ഈ 6 മാസം വരെയുള്ള ഓരോ മാസങ്ങളും, ഓരോ ആഴ്ചകളും, ഓരോ ദിവസങ്ങളും, ഓരോ മണിക്കൂറുകളും വെരി 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 ക്രിട്ടിക്കൽ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ വലിയ ഒരു ടീമിനെ ഫോം ചെയ്യാനുള്ള ആ ഒരു സമയമാണ് ഇപ്പൊ തന്നിരിക്കുന്നത്. ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങളുടെ ടീമിൽ എത്ര പേരുണ്ട്? 2, 5, 10, 100, 1000 എത്ര പേരടങ്ങുന്ന ടീമാണോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ആ ടീമിലൂടെ നിങ്ങൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ആ കോടികൾ ബിസിനസ്സിലൂടെ, നേരത്തെ നമ്മളോട് പറഞ്ഞ 55 ലക്ഷം രൂപ വരുമാനം എന്നൊക്കെ പറയുന്നത് ഒരു തമാശയായിട്ട് മാറും. നിങ്ങൾ ഒരാഴ്ചയിൽ ഇൻകാണോ, ഒരു മാസത്തെ ഇൻകാണോ എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ആ രീതിയിൽ ഒന്ന് ഗസ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന ആ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്ടിന്റെ വാല്യൂ, വർത്ത് അതിപ്പോ നിർവചിക്കാവുന്നതിനേക്കാൾ അപ്പുറത്താണ്. സത്യം പറഞ്ഞാൽ അതിന്റെ പൂജ്യങ്ങളൊന്ന് കൃത്യമായി ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ, ഇപ്പുറത്ത് വരുന്ന പൂജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ തൽക്കാലം അതിന്റെ വലിപ്പം, അതിന്റെ സൈസ് എത്രയാണെന്നുള്ളത് തൽക്കാലം അനൗൺസ് ചെയ്യുന്നില്ല. ഇതാണ് ആ പ്രോജക്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റുകൾ, ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള എല്ലാ വേസ്റ്റുകളും സംസ്കരിക്കുമ്പോൾ പുറത്തേക്ക് വരുന്നത് മണ്ണ്. ആ മണ്ണ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ചെടികൾ നടാൻ ഉപയോഗിക്കുന്ന, പച്ചക്കറികൾ, ഫ്രൂട്ട്സ് എല്ലാം നടാൻ പറ്റിയ രീതിയിലുള്ള മണ്ണാണ്. അതും അതിന്റെ ഡിസിൻഫെക്ഷൻ ചെയ്തുകൊണ്ടുള്ള ഫ്രാഗ്രൻസോട് കൂടിയിട്ടുള്ള ആ മണ്ണ്. ആ മണ്ണിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നട്ടുപിടിപ്പിക്കാവുന്ന രീതിയിൽ അത്രയേറെ ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള, പ്രൂവൺ ആയിട്ടുള്ള ഈ 2 പാറ്റന്റ് പ്രോഡക്റ്റുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മുടെ ഈ പ്രൊജക്ട് ഉടൻ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കാൻ, ഇനി അങ്ങോട്ടുള്ള ഈ 6 മാസ സമയം നിങ്ങൾക്ക് എന്തിനെത്ര നേരത്തെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ കോടീശ്വരന്മാരെന്ന് പറയുന്നില്ല, ഞാൻ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾ മില്യണേഴ്സ് എന്നും പറയുന്നില്ല, ബില്യണേഴ്സ്. ഈ ബില്യണേഴ്സ് ആവാനായിട്ടുള്ള ചാൻസ് ആണ് നിങ്ങൾക്ക് ഈ 6 മാസ സമയം കൊണ്ട് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങളുടെ ഓരോരുത്തരും ടീമിൽ നിന്നും എത്ര പേര് വേണം? 100 വേണോ, 500 വേണോ, 1000 വേണോ, അതിന്റെ പേര് വേണോ? ഞാൻ ഫ്രഷേഴ്സിനോടാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇനിയുള്ള ഈ ഒറ്റ വർഷം മതി, 2026 എന്ന് പറയുന്ന ഒറ്റ വർഷം കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിന്റെ എന്താ പറയാ, നിങ്ങൾ ഓരോരുത്തരും തലവരെ മാറ്റി എഴുതാൻ ഈ ഒരു വർഷം 2026 മതി. അതിനുള്ള പ്രോജക്റ്റ് ആണ് ഇന്ന് നമ്മുടെ കയ്യിലെത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, താങ്ക് യു. ഒന്നുകൂടെ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഈ പ്രൊജക്ട് അനൗൺസ് ചെയ്യുമ്പോ ഇത് ആസ്വദിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം? കസ്റ്റമർ അല്ലേ? ആ കസ്റ്റമർ എത്ര പേരുണ്ടോ അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ എത്ര പേരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പൊ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഈ ജനുവരിയിൽ 15, ഫെബ്രുവരിയിൽ 30, മാർച്ചില് 60, ടോട്ടൽ 105. അത് മതി. ഈ 105 പേരുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ 2 തലമുറയ്ക്കുള്ളത് ഉണ്ടാക്കാനുള്ള പ്രൊജക്ടിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ എന്ത് വേണം? അല്ലേ? എന്ത് വേണം കൊടുത്തു? മാർച്ച് 31 ആ 105
കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 2,80,000 രൂപ വാങ്ങുക എന്ന ഒരു ആക്ഷൻ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. അത് മാത്രം മുന്നിൽ കാണാം. അതിന് മാത്രമാവട്ടെ നിങ്ങളുടെ ഇനിയുള്ള ഓരോ ചിന്തയും ഓരോ പ്രവൃത്തിയും. അപ്പൊ അതിന് സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കേണ്ടത് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.